പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരാധന നിമഗ്നരായി ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ ആയിരിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ഒന്നു ചേർന്ന് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ, അങ്ങയുടെ സ്നേഹം ആവോളം അനുഭവിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഈ നിമിഷങ്ങളിൽ അനുഗ്രഹിക്കുന്നുവല്ലോ. ഈശോയെ, അങ്ങ് തിരുവചനത്തിൽ അരുളി ചെയ്യുന്നു, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വ നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. അങ്ങ് ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നുവെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണല്ലോ അങ്ങേ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണമായി വിളമ്പി തന്നു എന്നുള്ളത്. അങ്ങേ തന്നെ ഞങ്ങൾക്ക് ദാഹശമനത്തിനായി പകർന്നു തന്നു എന്ന്. നല്ല ദൈവമേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഈ മഹനീയ നിമിഷങ്ങളിൽ അങ്ങയുടെ അപരിമയമായ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ, ഏറ്റവും അമൂല്യമായ നിമിഷങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്നതാണ് എന്ന് തിരുമുമ്പിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമായ അങ്ങ് ദാസന്റെ രൂപം സ്വീകരിച്ച് ദാസനായി തീരാൻ തിരുമനസ്സായി. ദൈവമായ അങ്ങ് ഞങ്ങളെ ഒത്തിരിയേറെ സ്നേഹിച്ചു. ദൈവമായ അങ്ങ് ഞങ്ങളെ അനുനിമിഷവും പരിപാലിച്ചു. ഈശോയെ, അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഞങ്ങൾ വാഴ്ത്തുമ്പോൾ ഞങ്ങളുടെ നാവും ഞങ്ങളുടെ കാതും കണ്ണുകളും ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾ മുഴുവനും അങ്ങേയ്ക്കായി വിട്ടു നൽകിയാൽ പോലും അത് പകരമാവുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഈശോയെ, ഞങ്ങളാലാവും വിധം അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, ഞങ്ങളുടെ കഴിവിനൊത്ത് അങ്ങേക്ക് സ്തുതികൾ നൽകുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അധിപനായവൻ, ആകാശത്തിനും ചന്ദ്രതാരകങ്ങൾക്കും സൂര്യനുമെല്ലാം മേലെ ഉള്ളവൻ, പ്രകൃതി ശക്തികൾക്ക് അതീതമായവൻ, അതെ തമ്പുരാൻ, ഞങ്ങളുടെ സന്നിധിയിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. ഉദ്ധാനം ചെയ്ത അങ്ങയെ ഞങ്ങൾ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ഈ നിമിഷങ്ങളിൽ പുണ്യപരിപൂർണതയ്ക്കായി തീവ്രമായ ആഗ്രഹം ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. വലിയ കല്ലുകൊണ്ട് അടയ്ക്കപ്പെട്ടിരുന്ന കല്ലറയിൽ നിന്ന് ഈശോ പുറത്തു വരികയും സ്ത്രീഹന്മാർ സമ്മേളിച്ചിരുന്ന മുറിയിൽ കതകുകൾ ഭദ്രമായി അടച്ചിരിക്കുകയും പ്രവേശിക്കുകയും ചെയ്തതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മഹത്വം പ്രാപിച്ച അവിടുത്തെ ശരീരം എല്ലാ തടസ്സങ്ങളെയും കടന്നു. അവിടുത്തെ തടയാൻ ഒന്നിനും കഴിഞ്ഞില്ല.
നീ എത്ര അധികമായി ഈശോയെ സ്നേഹിക്കുന്നുവോ, എത്ര കൂടുതൽ ഈശോയെ ജീവിക്കുന്നുവോ, അത്രയധികമായി നമ്മുടെ ആത്മാവ് ഈശോയുടേതിൽ പോലുള്ള ഒരു മഹത്വത്തിന് ഭാഗഭാക്കുകളാകും. വിശുദ്ധ ലിഖിതം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകല കഷ്ടതകളും അവരുടെ പുരോഗമനത്തിന് പ്രതിബന്ധമാകാതെ രക്ഷയുടെ മാർഗമായി ഭവിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ പ്രതിബന്ധങ്ങളെ ഭയന്ന് എന്തുകൊണ്ട് പുണ്യപൂർത്തിയുടെ പാതയിൽ നിന്ന് നമ്മൾ വ്യതിചരിക്കുന്നത്? അവ ചിലപ്പോൾ നമ്മുടെ പാപത്തിന് പോലും കാരണമാകുന്നത് എന്തുകൊണ്ട്? നമ്മൾ ദൈവത്തെ വേണ്ടവിധം സ്നേഹിക്കാത്തത് കൊണ്ടല്ലേ? ഈശോ നമ്മിൽ പൂർണ്ണമായി വസിക്കാത്തത് കൊണ്ടല്ലേ? വിശുദ്ധർക്ക് പ്രതിബന്ധങ്ങളെ തങ്ങളുടെ വിശുദ്ധീകരണത്തിനുള്ള മാർഗമാക്കാൻ എങ്ങനെ സാധിച്ചെന്നും അവരുടെ ആധ്യാത്മികത പുരോഗതിയെ തടയാൻ ഒരു പ്രതിബന്ധത്തിനും കഴിഞ്ഞില്ല എന്നും ചിന്തിക്കുക. അവർക്ക് കഷ്ടതകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവയെ തങ്ങളുടെ കഴിഞ്ഞ കാലത്തിലെ തെറ്റുകൾ കഴുകിക്കളയുന്നതിനായി അവർ വിനിയോഗിച്ചു. അവർ ക്ഷമയോടും ധൈര്യത്തോടും കൂടെ ദൈവതൃക്കരങ്ങളിൽ നിന്ന് അവയെ സ്വീകരിച്ചുകൊണ്ട് ദൈവപരിപാലനയെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. പരീക്ഷണങ്ങളുണ്ടായപ്പോൾ അവയെ ജയിക്കുന്നതിൽ പ്രദർശിപ്പിച്ച വിശ്വസ്തതയും ധൈര്യവും തങ്ങളുടെ ഗുരുവിനോടുള്ള സ്നേഹത്തിന് തെളിവുകൾ നൽകാൻ പര്യാപ്തമായ അവസരങ്ങളായി സ്വീകരിച്ചു. പ്രലോഭനങ്ങളിൽ നിന്ന് അവർ മുതലെടുത്തു. രോഗങ്ങളുണ്ടായപ്പോൾ ക്ഷമയും ദൈവ തിരുമനസ്സിനോട് വിധേയത്വവും പ്രദർശിപ്പിച്ചു. ആരോഗ്യവാന്മാരായിരുന്നപ്പോൾ കഠിനാധ്വാനം ചെയ്തു. ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടി വന്നപ്പോൾ തങ്ങളുടെ യജമാനനോട് സദൃശരാകാൻ ഇടയായതിൽ ആനന്ദിച്ചു. സമ്പത്തുണ്ടായപ്പോൾ തങ്ങളുടെ ധനം നന്മ ചെയ്യുന്നതിന് അവർ വിനിയോഗിച്ചു. പരാജയങ്ങളുണ്ടായപ്പോൾ അവർ എളിമയോടെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചു. വിജയങ്ങളുണ്ടായപ്പോൾ എല്ലാ സ്തുതിയും ദൈവത്തിന് സമർപ്പിച്ചു. ഇപ്രകാരം എല്ലാ സാഹചര്യങ്ങളും അവരെ ദൈവത്തോട് അടുപ്പിക്കുകയും അവരുടെ വിശുദ്ധീകരണത്തിന് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. നമുക്കിതുവരെ വിശുദ്ധരെ പോലെ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടുതൽ പരിപൂർണരായി ജീവിക്കാൻ പരിശ്രമിക്കുകയും അതിനുള്ള അനുഗ്രഹത്തിനായി കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. പുണ്യപരിപൂർണതയ്ക്കായി തീവ്രവും പ്രായോഗികവുമായ ആഗ്രഹം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷകന്റെ പരിശുദ്ധ ശരീരത്തിന്റെ വിസ്മയാവഹമായ ലാഘവത്തെക്കുറിച്ച് ചിന്തിക്കാം. ഒരു നിമിഷം അവിടുന്ന് ഒരു സ്ഥലത്ത് പ്രത്യക്ഷനാവുന്നു, അടുത്ത നിമിഷം വളരെ ദൂരെ മറ്റൊരു സ്ഥലത്തും. പരിപൂർണതയുടെ മാർഗത്തിൽ പുരോഗമിക്കുന്നതിനുള്ള
നമ്മുടെ കർമ്മോത്സുകതയിൽ നമ്മുടെ കർത്താവ് നമ്മുടെ മാതൃകയായിരിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നു, ചില പക്ഷികൾക്ക് പറക്കാൻ കഴിയുന്നില്ല, അവ എപ്പോഴും നിലത്തു തന്നെ നിൽക്കുന്നു. മറ്റു ചിലത് അല്പദൂരം പ്രയാസപ്പെട്ട് പറക്കുന്നു. മറ്റു ചിലത് ഉന്നതാകാശത്തിലേക്ക് അതിവേഗം പറന്നുയരുന്നു. ഇപ്രകാരം തന്നെ പുണ്യപരിപൂർണതയിലെ പാതയിൽ ചിലർക്ക് നശ്വരങ്ങളായ ഈ ലോകവസ്തുക്കളിൽ നിന്ന് തങ്ങളെ ഉയർത്താൻ കഴിയുന്നില്ല. അവരുടെ ഹൃദയം അവയോട് ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. ഇത് അവരെ വർഷങ്ങളോളം തങ്ങളുടെ തിരുത്തപ്പെടാത്ത തെറ്റുകളിൽ തന്നെ നിലനിർത്തുന്നു. മറ്റു ചിലർ തങ്ങളുടെ സ്വാർത്ഥ സ്നേഹത്തിൽ നിന്ന് കുറെയൊക്കെ പിന്മാറുകയും പൂർണ്ണമായിട്ടല്ലെങ്കിലും ചിലപ്പോഴൊക്കെ ചില പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. എങ്കിലും പല ക്രമരഹിതമായ സ്നേഹബന്ധങ്ങളാൽ തടയപ്പെടുന്നു. തന്നിമിത്തം വളരെ കുറച്ചു മാത്രമേ പുരോഗമിക്കാൻ അവർക്ക് കഴിയുന്നുള്ളൂ. മൂന്നാമത്തെ ഗണം തങ്ങളെ തടയുന്നവയെല്ലാം പൂർണ്ണമായി ധൈര്യസമേതം തട്ടിയകറ്റുന്നു. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയുമാണ് അവരുടെ ഏക ലക്ഷ്യം. അപ്രകാരമുള്ളവർ തങ്ങളുടെ ദിവ്യ ഗുരുവിന്റെ ജീവിതത്താൽ പ്രചോദിതരാകുന്നു. അപ്രകാരമുള്ള ജീവിതം എത്ര ആനന്ദദായകവും മഹത്വപൂർണവുമാണ്. ഈ ദൃശ്യമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഠിനാധ്വാനം ചെയ്യാം. എന്താണ് നമ്മളെ ഇതുവരെ തടഞ്ഞു നിർത്തിയിരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു വേള ദൈവത്തിൻ്റെതിനേക്കാൾ നമ്മുടെ സ്വന്തം മഹത്വം അന്വേഷിക്കുന്ന അഹങ്കാരത്തിൻ്റെ ഒരു തരി നമ്മിൽ അവശേഷിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മുടെ കടമ എന്നും ദൈവത്തിന് കൂടുതൽ പ്രീതിജനകമെന്നും നാം അറിഞ്ഞിരിക്കുന്ന ജോലികളേക്കാൾ കൂടുതലായി നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് മുൻഗണന നൽകത്തക്ക വിധം ചില ദുർവാസനകൾ നമ്മിൽ ഒളിഞ്ഞു കിടപ്പുണ്ടായിരിക്കാം. ചിലപ്പം ഭീരുത്വവും വിശ്വാസരാഹിത്യവും ദൈവസേവനത്തിന് വേണ്ടി വരുന്ന ധൈര്യപൂർവമായ പ്രയത്നങ്ങളിൽ നിന്നും നമ്മെ പിന്മാറ്റിയിരിക്കാം. കാരണം എന്തായിരുന്നാലും അവ ഇതുവരെ നമ്മെ പിന്നോക്കം നിർത്തിയിരുന്നു. ദൈവസഹായത്തിൽ അവയെ ജയിച്ച് പുണ്യപരിപൂർണതയോടെ പാതയിൽ അതിശീഘ്രം പുരോഗമിക്കാൻ നമുക്ക് നിശ്ചയിക്കാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 3-ാം തിരുവചനം. പീഡാനുഭവത്തിന് ശേഷവും താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് പല അടയാളങ്ങളാൽ അവൻ അവർക്ക് വെളിപ്പെടുത്തി. അവർക്ക് പ്രത്യക്ഷനായി 40 ദിവസത്തോളം ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് സംസാരിച്ചു. യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യം നമ്മിൽ വർദ്ധിപ്പിക്കാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്ത്രീഹന്മാർക്ക് ദർശനങ്ങൾ നൽകിയതിൽ നമ്മുടെ കർത്താവിനുണ്ടായിരുന്ന ഉദ്ദേശങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. തന്റെ പീഡാസഹനവും മരണവും മൂലം അവർ എത്രമാത്രം തകർന്നിരിക്കുകയാണെന്നും അവരുടെ ഭാവി പ്രവർത്തനങ്ങളിലും പരീക്ഷണങ്ങളിലും അവർക്ക് എത്രമാത്രം ധൈര്യം ആവശ്യകമാണെന്നും അവിടുന്ന് അറിഞ്ഞിരുന്നു. ആകയാൽ
അവരോടുള്ള അതീവ സ്നേഹത്താൽ പ്രേരിതനായി തന്റെ ദിവ്യ സംഭാഷണങ്ങളാൽ അവർക്ക് സമാധാനവും സാന്ത്വനവും നൽകാനായി അവിടുന്ന് വരുന്നു. നമ്മുടെ ദിവ്യ ഗുരുവിന് ബലഹീനരായ ശിഷ്യന്മാരോടുള്ള സന്മനോഭാവത്തെ യഥായോഗ്യം വിലമതിക്കുവാൻ നമുക്ക് കഴിയുമോ? തൻ്റെ ശിഷ്യന്മാരോട് അന്ന് പ്രവർത്തിച്ചതുപോലെ ഇപ്പോൾ നമ്മോട് പ്രവർത്തിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയിൽ ദൈവവും തൻ്റെ സൃഷ്ടികളും തമ്മിലുള്ള അത്ഭുതാവഹമായ സംഭാഷണത്തിൽ അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നു. ഈ ദൈവിക ദാനത്തെ ശരിയായി വിലമതിക്കാനും അതിൽ നിന്ന് ഫലമെടുക്കാനും നാം പരിശ്രമിക്കുന്നുണ്ടോ? ഈശോയും ശിഷ്യന്മാരും തമ്മിൽ കൂടെ നടന്ന സംഭാഷണങ്ങളിൽ നിന്ന് ശിഷ്യന്മാർക്ക് ലഭിച്ച നേട്ടങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അവ ലോകരക്ഷയുടെ വിസ്മയാവഹമായ സംവിധാനത്തെക്കുറിച്ചും ഈശോയുടെ പ്രഭാവം, നന്മ, അധികാരം എന്നിവയെക്കുറിച്ചും അവരെ ബോധവാന്മാരാക്കി. അവിടത്തേക്ക് വേണ്ടിയുള്ള സേവനത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കാൻ അവനെ പ്രതിജ്ഞാബദ്ധരാക്കി. അവിടത്തോടുള്ള സ്നേഹവും ഭക്തിയും അവരിൽ വർദ്ധിപ്പിച്ചു. മരണത്തെ തന്നെ പ്രതാപപൂർവം ജയിച്ചടക്കിയ അവിടത്തോട് വിശ്വസ്തരായിരിക്കുവാൻ അവരെ ശക്തരാക്കി. പരീക്ഷണങ്ങളുടെ മധ്യേ സമാധാനം അവർക്ക് പ്രദാനം ചെയ്തു. പ്രാർത്ഥനാ വേളകളിൽ ദൈവത്തോടുള്ള ഹൃദയപൂർവകമായ സംഭാഷണം നമ്മുടെ ഹൃദയത്തിലും ഇപ്രകാരമുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കും. നമ്മുടെ ജോലികളിൽ നമുക്ക് പ്രകാശവും ആശ്വാസവും, പ്രതിബന്ധങ്ങളെ നേരിടാൻ ധൈര്യവും നിലനിൽപ്പിന് ശക്തിയും ആവശ്യകമാകുന്നു. വിശുദ്ധരുടെ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ഇവയെല്ലാം പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് നേടാൻ കഴിയും. ഇത്ര ഫലപ്രദമായ മാർഗം ഉപയോഗിക്കാൻ നാം ഉദാസീനരായിരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 7 വരെയും 16 മുതൽ 16-20 തിരുവചനങ്ങൾ. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ മുമ്പേ നിങ്ങളോട് പറയാതിരുന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക് പോകുന്നു. നീ എങ്ങോട്ട് പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഇവ ഞാൻ നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. കാരണം ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, എന്നാൽ ലോകം ആഹ്ലാദിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം ആഹ്ലാദമായി മാറും. എല്ലാ പ്രയാസങ്ങളെയും ജയിക്കത്തക്ക വിധം നമ്മുടെ ധൈര്യം വർദ്ധിപ്പിക്കാൻ ആവശ്യകമായ അനുഗ്രഹത്തിനായി നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം.
ഈശോ തങ്ങളിൽ നിന്ന് വിട്ടുപോകുമെന്ന് കേട്ടപ്പോൾ സ്ത്രീഹന്മാർക്കുണ്ടായ വികാരങ്ങൾ ഏവയെന്ന് ചിന്തിക്കാം. ഈശോയെ വീണ്ടും കാണാനും അവിടുത്തോട് സംഭാഷണം ചെയ്യാനും സാധിച്ചപ്പോൾ, അവിടുത്തെ സാന്നിധ്യത്തിന്റെ മാധുര്യം ആസ്വദിച്ചപ്പോൾ, സർവശക്തമായ അവിടുത്തെ സംരക്ഷണം അനുഭവിച്ചപ്പോൾ അവർ പൂർണ്ണ സൗഭാഗ്യവാന്മാരായിരുന്നു. ഇപ്പോൾ ഇതാ അവിടുന്ന് അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നു. ഇപ്രകാരം തന്നെ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോടും ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തരോടും നമ്മുടെ ആത്മാക്കളുടെ നന്മയ്ക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കാറുണ്ട്. നമ്മുടെ സാന്നിധ്യത്തിന്റെ മാധുര്യം ആസ്വദിക്കാനും തന്റെ ശക്തിയേറിയ പരിപാലനയോടെ സുരക്ഷിതത്വം അനുഭവിച്ചറിയാനും അനുവദിച്ചുകൊണ്ട് അവിടുന്ന് അവരുടെ ആത്മാക്കളെ തന്നിലേക്ക് ആകർഷിക്കുന്നു. പിന്നീട് ഇന്ദ്രിയഗോചരമായ തന്റെ സാന്നിധ്യവും സംരക്ഷണവും പിൻവലിക്കുകയും തന്മൂലം അന്ധകാരത്തിലേക്കും ആധ്യാത്മിക ശുശ്രൂഷയിലേക്കും ആണ്ടുപോവുകയും ചെയ്യുമ്പോൾ അവർ തങ്ങളുടെ ബലഹീനതയുടെ ഭാരം അനുഭവിച്ചു തുടങ്ങുന്നു. ഇപ്രകാരമുള്ള പരീക്ഷണങ്ങൾ നമുക്ക് നേരിട്ടാൽ നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ദൈവം നമ്മോട് ഇപ്രകാരം പെരുമാറുന്നതെന്നും ഈ സമയം മുഴുവൻ അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നതിൽ നിന്നും വിരമിക്കുന്നില്ലെന്നും നാം തിരിച്ചറിയണം, അനുസ്മരിക്കണം. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ദുഃഖം ആഹ്ലാദമായി മാറും. ഈ വചനം നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ആധ്യാത്മിക ശുശ്രൂഷകളും നമ്മുടെ ജോലികളും ജഡ്ഗമോഹങ്ങൾക്കെതിരായ പോരാട്ടങ്ങളും എല്ലാം അല്പസമയത്തേക്കേ ഉണ്ടായിരിക്കുള്ളൂവെന്ന്, പെട്ടെന്ന് അവയെല്ലാം കടന്നു പോകുമെന്നും ഓർക്കുക. ഈ കാലയളവിൽ നാം അവിടുത്തോട് വിശ്വസ്തരായിരിക്കുന്നെങ്കിൽ ഈ പരീക്ഷണങ്ങൾ നമുക്കൊരിക്കലും വിചാരിക്കാൻ സാധിക്കാത്ത, നമ്മിൽ നിന്നും ഒരിക്കലും എടുക്കപ്പെടാത്ത ആനന്ദവും ആഹ്ലാദവുമായി മാറും. കാരണം നാം എന്നും നമ്മുടെ കർത്താവിനോട് കൂടെ ആയിരിക്കും. ഈ സത്യം മനസ്സിലാക്കണം. അവസാനം വരെ ധൈര്യത്തോടെ ഏറ്റവും നന്നായി വർത്തിക്കുന്നതിന് വേണ്ടി അത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ സൂക്ഷിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം തിരുവചനം. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഈ വാക്കുകൾ ശ്രവിക്കുന്നതായി നമുക്ക് ഭാവന ചെയ്യാം. ആധ്യാത്മികമായ പരിത്യക്ത അവസ്ഥയിലും ശുഷ്കതയിലും ധൈര്യവും പ്രത്യാശയും വർദ്ധിപ്പിക്കാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഇന്ദ്രിയഗോചരമായ അവിടുത്തെ സാന്നിധ്യം പ്രകാശവും ശക്തിയും ആശ്വാസവും പ്രദാനം ചെയ്തിരുന്ന ആ സാന്നിധ്യം സ്ത്രീഹന്മാരിൽ നിന്ന് പിൻവലിക്കുന്നത് അവർക്ക് ഉപകാരപ്രദമാകുന്നുവെന്ന് ഈശോ അരുൾ ചെയ്തത് ഏതർത്ഥത്തിലാണെന്ന് നമുക്ക് ചിന്തിക്കാം. തങ്ങളുടെ ദിവ്യഗുരുവിന്റെ സാന്നിധ്യം പ്രദാനം ചെയ്തിരുന്ന
ആഹ്ലാദത്തോട് അവർക്ക് അത്യധികമായ താല്പര്യമുണ്ടായിരുന്നു. സ്വാർത്ഥ സ്നേഹത്തിന്റെ ലാഞ്ചന പോലും അവരുടെ സ്നേഹത്തിന് മങ്ങലേൽപ്പിക്കരുതെന്ന് കരുതി തന്റെ ഇന്ദ്രിയ ഗോചരമായ സാന്നിധ്യം കൂടി പിൻവലിക്കാൻ അവിടുന്ന് നിശ്ചയിച്ചു. ദൈവസേവനത്തിലുള്ള ആനന്ദത്തെ പ്രതി എന്നതിനേക്കാൾ ദൈവത്തെ പ്രതി മാത്രം അവിടുത്തെ സ്നേഹിക്കണമെന്ന് സ്ത്രീഹന്മാരെ പഠിപ്പിക്കാനും ഈശോ ആഗ്രഹിച്ചു. നമ്മുടെ ഏറ്റവും നല്ല പ്രവൃത്തികളിൽ പോലും സ്വാർത്ഥ താല്പര്യങ്ങൾ കണ്ടെത്താനും ദൈവത്തിന്റെ തിരുവുള്ളം നിർവഹിച്ചു എന്നതിനേക്കാൾ നന്നായി പ്രവർത്തിച്ചു എന്ന സംതൃപ്തിയിൽ മുഴുകിക്കളയാനും നാം പ്രവണതയുള്ളവരാണ്. നാം നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു. ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന നിസ്സാര കാര്യങ്ങളിൽ പോലും നാം മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവരാണെന്ന് സ്പഷ്ടമാക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം തന്റെ ആഗ്രഹങ്ങൾ ധാരാളമായി നൽകാൻ ഉദ്ദേശിക്കുന്നവർ തങ്ങളുടെ സ്വന്തം സംതൃപ്തി തേടുകയല്ല, തന്റെ ഇഷ്ടം നിവർത്തിക്കുക മാത്രമാണ് ലക്ഷ്യമാക്കേണ്ടതെന്ന് പരീക്ഷണങ്ങളാൽ പഠിപ്പിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. തന്റെ നിസ്സാരതയെയും ബലഹീനതയെയും കുറിച്ച് ബോധവാന്മാരാകുവാൻ ഇത് വളരെ ഉപകരിക്കുന്നു. കാരണം എല്ലാ നന്മയും ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് തന്മൂലം അവർ മനസ്സിലാക്കുന്നു. ഇപ്രകാരം അവരുടെ സുഹൃത്തുക്കൾ കൂടുതൽ ഈടുറ്റവയാകുകയും അവരുടെ പ്രവർത്തികൾ സ്വർഗത്തിലേക്ക് കൂടുതൽ യോഗ്യത നേടുകയും ചെയ്യും. ഇത് പ്രായോഗികമായി മനസ്സിലാക്കി തരാൻ നമ്മുടെ കർത്താവിനോട് അപേക്ഷിക്കുകയും അവിടുത്തെ അഭീഷ്ടം പോലെ ശുദ്ധീകരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നതിനായി നമ്മെ തന്നെ പൂർണ്ണമായി അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യാം. ഇവയിൽ നിന്നെല്ലാം എന്ത് തീരുമാനങ്ങളാണ് നാം സ്വീകരിക്കേണ്ടതെന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്, നമുക്ക് പരീക്ഷണങ്ങൾ നൽകാൻ തിരുമനസ്സാകുന്ന അതേ സമയം അവിടുന്ന് നമ്മെ തന്റെ സവിശേഷമായ ശ്രദ്ധയുടെയും പരിപാലനയുടെയും വിഷയമായി തിരഞ്ഞെടുക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എളിമയും ആത്മപരിത്യാഗവും അഭ്യസിക്കാൻ അവിടുന്ന് നിന്നെ പഠിപ്പിക്കുകയാണ്. ഇപ്രകാരം അവിടുന്ന് നിനക്ക് അവിടത്തോടുള്ള സ്നേഹത്തെ ശുചീകരിക്കുകയും സ്വർഗത്തിൽ കൂടുതൽ മനോഹരമായ കിരീടം നേടാൻ അവസരം നിനക്കുണ്ടാക്കി തരികയും ചെയ്യുന്നു. രണ്ടാമത്, നീ ധൈര്യം കൈവെടിയാതിരിക്കുകയും ഇപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിക്കാതിരിക്കുകയും ചെയ്യണം. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മെ തന്നെ കൂടുതൽ വിനീതനാക്കുകയും അവിടുത്തെ തൃക്കരങ്ങളിൽ പരിപൂർണ പ്രത്യാശയോടുകൂടെ നമ്മെ സമർപ്പിക്കുകയും ചെയ്യാം. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 24-ാം അധ്യായം 49-50 തിരുവചനങ്ങൾ. എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിക്കും വരെ നിങ്ങൾ ജെറുസലേം പട്ടണത്തിൽ തന്നെ വസിക്കുവിൻ. അനന്തരം അവർ ബഥാനിയ വരെ അവരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവിന്റെ സ്നേഹവും സ്വർഗീയ അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതിന് സജീവമായ ആഗ്രഹം നമ്മിൽ സംജാതമാകാൻ അവിടുത്തോട് നമുക്ക് അപേക്ഷിക്കാം.
അവര് ജെറുസലേമിൽ ഒരുമിച്ച് താമസിക്കാൻ നമ്മുടെ കർത്താവ് കൽപ്പിച്ചത് എന്തിനാണെന്ന് നമുക്ക് ചിന്തിക്കാം. അവരെ പ്രകാശിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ താൻ അയക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ഇത്ര മഹോന്നതമായ അനുഗ്രഹം സ്വീകരിക്കുന്നതിന് പ്രാർത്ഥനയിലും ധ്യാനത്തിലും തങ്ങളെ തന്നെ അവർ ഒരുക്കണമെന്ന് അവിടുന്ന് അഭിലഷിച്ചു. നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കുന്നതിനും മറ്റുള്ളവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കും വിശുദ്ധീകരണത്തിനുമായി തൻ്റെ കരങ്ങളിൽ നാം യോഗ്യരായ ഉപകരണങ്ങളായി ഭവിക്കുന്നതിനും വേണ്ടി എല്ലാ ലൗകിക ദാനങ്ങളെക്കാൾ വിലയേറിയ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വർഷിക്കാൻ ദൈവം തിരുമനസ്സായി. അതിനാൽ അവയുടെ സ്വീകരണത്തിനായി നമ്മുടെ ഹൃദയത്തെ നാം സജ്ജീകരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ധ്യാനാത്മകതയില്ലാത്ത വിചാരശൂന്യരായ മനുഷ്യർ ഏകാഗ്ര ചിത്തതയിലും തീഷ്ണമായ പ്രാർത്ഥനകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും വിഷയസുഖങ്ങളും വ്യർത്ഥവും പ്രയോജനശൂന്യവുമായ വിനോദങ്ങളും തേടിപ്പോവുകയും ചെയ്യുന്നു. അവർ ഇപ്രകാരം ദൈവാനുഗ്രഹത്തിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയും മുകളിൽ നിന്നുള്ള സവിശേഷമായ പ്രകാശത്തിന്റെ സ്വീകരണത്തിന് അയോഗ്യരായി തീരുകയും ചെയ്യുന്നു. നമ്മൾ ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവരാണെങ്കിലും നമ്മുടെ ജീവിതാന്തസ്സിന് അനുസൃതമായി ജീവിക്കുവാൻ നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങൾ ആവശ്യമുണ്ടെന്ന് പരിശോധിക്കുകയും അവ സമ്പാദിക്കാൻ ദൈവത്തിനു മുമ്പാകെ നമ്മെ തന്നെ സജ്ജീകരിക്കാൻ നിശ്ചയിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ ലാസറിന്റെയും സഹോദരിമാരുടെയും വാസസ്ഥാനമായ ബഥാനിയയിലേക്ക് നയിച്ചതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. തന്നോട് എപ്പോഴും വലിയ സ്നേഹവും ബഹുമാനവും പ്രദർശിപ്പിച്ച നല്ലവരും വിശ്വസ്തരുമായ ആ സ്നേഹിതർക്ക് താൻ സ്വർഗത്തിലേക്ക് കരയേറുന്നതിന് മുൻപായി അവർ തനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതിനെല്ലാം കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചു. മനുഷ്യർ തനിക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് പോലും ധാരാളമായി പ്രതിഫലം നൽകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. തന്റെ നേർക്കുള്ള ഓരോ വിചാരവും, തനിക്ക് കാഴ്ചവെക്കുന്ന ഓരോ ആഗ്രഹവും, തനിക്കായി പറയുന്ന ഓരോ വാക്കും, തനിക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, തന്റെ സ്നേഹത്തെ പ്രതി ചെയ്യുന്ന ഓരോ ത്യാഗവും, തന്റെ ശുശ്രൂഷയെ സഹിക്കേണ്ടി വരുന്ന ഓരോ ക്ലേശവും അവിടുന്ന് സ്നേഹത്തോടെ അനുസ്മരിക്കുന്നു. നാം അവിടത്തേക്ക് വേണ്ടി ചെയ്യുന്നവയെല്ലാം അവ എത്ര ചെറുതായിരുന്നാൽ പോലും അവിടുന്ന് ഒന്നും മറക്കുന്നില്ല. മാത്രമല്ല, അവ നമുക്ക് അവിടുത്തെ സ്നേഹത്തിനും പ്രീതിക്കും പുതിയ അർഹതകൾ നേടിത്തരികയും ചെയ്യുന്നു. ഇത്ര നല്ല ഒരു യജമാനന് വേണ്ടി
നാം നമ്മെ തന്നെ പരമാവധി വ്യയം ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ്? പ്രതിഫലം നൽകാൻ സദാ സന്നദ്ധനായിരിക്കുന്ന അവിടുത്തെ ശുശ്രൂഷയിൽ അലസരായിരിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും? അവിടത്തേക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിന് പകരം തീരെ നിസ്സാരമായ പ്രതിഫലം മാത്രം നൽകുന്ന ലോകത്തിനാണോ നമ്മുടെ സേവനം അർപ്പിക്കാൻ നാം ഉദ്ദേശിക്കുന്നത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, നല്ല തമ്പുരാനെ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഏറ്റവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളായിരിക്കുന്നു. അങ്ങയുടെ സഹായകനായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ ഒരുക്കുന്നു. തീവ്രമായ സ്നേഹത്തോടെ, ശുശ്രൂഷ മനോഭാവത്തോടെ അങ്ങേക്ക് വേണ്ടി ആത്മാക്കളെ നേടുവാൻ അങ്ങ് തന്നെ ഞങ്ങളെ ഒരുക്കണമേ. ഈശോയെ, ഈ ലോകം മുഴുവനെയും തിരുസഭയെയും പരിശുദ്ധ പിതാവിൻ്റെ എല്ലാ നിയോഗങ്ങളെയും എല്ലാ തിരുസഭ അധികാരികളെയും രാഷ്ട്രീയ അധികാരികളെയും എല്ലാ കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, സമാധാനമില്ലാത്ത എല്ലാ കുടുംബങ്ങളെയും, മക്കൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന എല്ലാ മാതാപിതാക്കളെയും, മാതാപിതാക്കളുടെ ദൂർത്തടിഞ്ഞ ജീവിതം മൂലം സ്നേഹം നിഷേധിക്കപ്പെട്ട എല്ലാ കുഞ്ഞുമക്കളെയും ഈശോയെ, അങ്ങയുടെ തിരുസന്നിധാനത്തിലേക്ക് ഞങ്ങൾ എളിമയോടെ സമർപ്പിക്കുന്നു. ഇന്നേ ദിവസം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവ്യബലികളോടും ചേർത്ത് ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വെച്ചു തരുന്നു. ധാർമ്മികമായി അധപതിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ നാഥ തിരുസന്നിധിയെ സമർപ്പിക്കുന്നു. പത്രം എടുത്തു നോക്കുമ്പോൾ തന്നെ ഒത്തിരി ദുർമരണങ്ങളാണ് ഞങ്ങൾ കാണുന്നത്. സ്വയം മരണത്തിന് കീഴടങ്ങുന്നവരും മറ്റുള്ളവരാൽ മരണം ഏറ്റെടുക്കുന്നവരും ഒക്കെയുണ്ട് ഈശോയെ. കേട്ടാൽ ഭയക്കുന്ന, ഈ ലോകത്തിൽ നിന്ന് തന്നെ ഓടിയൊളിക്കാൻ മാത്രം ഭയക്കുന്ന അത്ര തീവ്രതയേറിയ, അത്ര ക്രൂരതയേറിയ വാർത്തകളാണ് ഈശോയെ ഞങ്ങൾ ഓരോ നിമിഷവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലോകം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് ഞങ്ങൾ ഭയക്കുന്നു. ഈശോ എന്ന വ്യക്തിയെ മറന്നാണോ, ദൈവം എന്ന ഒരാളെ മറന്നാണോ, സ്വർഗം എന്ന ലക്ഷ്യം മറന്നാണോ ഓരോ മക്കളും ജീവിക്കുന്നത്? ഈശോയെ, അങ്ങ് ഓരോരുത്തരെയും തുടരണമേ. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ല ദൈവമേ, ദൂർത്തടിച്ച ജീവിതം നയിക്കുന്ന എല്ലാ മക്കളെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയാണ് വന്യമൃഗങ്ങളാൽ കൊല ചെയ്യപ്പെടുന്ന അനേകരും. പ്രകൃതി ശക്തികളുടെ മേൽ ആധിപത്യം വഹിക്കുന്ന അങ്ങേക്ക് ഒന്നും അസാധ്യമല്ല. എല്ലാം അങ്ങ് അറിഞ്ഞുകൊണ്ടാണ്, അങ്ങ് മാത്രം അറിഞ്ഞുകൊണ്ടാണ് എന്ന് പറയുമ്പോഴും ഈശോയെ, ഞങ്ങൾ എങ്ങനെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കും? ഞങ്ങൾ എങ്ങനെ ഇവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കാതിരിക്കും? ഈശോയെ, ഇത്തരം വാർത്തകളൊക്കെ ഞങ്ങൾക്ക് നൽകുന്നത് ഞങ്ങൾ അങ്ങിൽ കൂടുതൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുകയാണ്, ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈശോയെ, കരുണയായിരിക്കണം. ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ കരുണയായിരിക്കണം. പാപപങ്കിലമായ ഈ ലോകത്തിന്റെ മേൽ കരുണയായിരിക്കണം. പാപപ്രേരിതമായ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ വാസമർപ്പിക്കണമേ. എല്ലാ വൈദികരെയും സമർപ്പിതരെയും ഈശോയെ സമർപ്പിക്കുകയാണ്. അവരിലൂടെ ലോകം വിശുദ്ധീകരിക്കപ്പെടേണ്ടതാണല്ലോ. എങ്കിലും അവർക്ക് വന്നു പോകുന്ന വീഴ്ചകളെ ഈശോയെ അങ്ങ് കരുണാപൂർവ്വം
കടാക്ഷിക്കണമേ, കാരണം അവർ മനുഷ്യരാണ്. ഈശോയെ, ഈ 1 മണിക്കൂർ സമയം തിരുസന്നിധിയിലായിരിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വിസ്മയാവഹമായ സ്നേഹത്തെയും അപരിമേയമായ കരുണയും ആസ്വദിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ജീവനും ജീവിതവും സകലവും അങ്ങയിൽ ഭരമേൽപ്പിച്ചുകൊണ്ട്, ഓ നല്ലവനായ തമ്പുരാനെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കരുണയായിരിക്കണമേ, കരുണ തോന്നണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ, വ്യക്തിപരമായ ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ, ഞങ്ങൾ വസിക്കുന്ന ഇടങ്ങളുടെ മേൽ, ഞങ്ങളെ സമീപിക്കുന്നവരുടെ മേൽ ഈശോയെ കരുണയായിരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് സമർത്ഥമായി വർഷിക്കണമേ. പെന്തക്കുസ്ത തിരുനാളിനായി ഏറ്റവും അടുത്ത് ഒരുങ്ങുന്ന ഈ വേളയിൽ അങ്ങയുടെ ആത്മാവിൻ്റെ കൃപാകടാക്ഷം ഞങ്ങളിലേക്ക് അങ്ങ് വർഷിക്കണമേ. ഓ കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ നാഥൻ. ഓ കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷകൻ. ഓ കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ സംരക്ഷകൻ. ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ശക്തിയും ജീവന്റെ ഉറവിടവുമായ ഈശോയെ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. സർവവും അങ്ങയിൽ നിന്ന് മാത്രം, സകലവും അങ്ങേക്ക് വേണ്ടി മാത്രം, സർവത്തിനെയും അധിപൻ അങ്ങ് മാത്രം. ഈശോയെ, ശൂന്യവും രൂപരഹിതവുമായ ഭൂമിയെ അനുഗ്രഹങ്ങളാൽ നിറച്ച അങ്ങയുടെ അനന്തമായ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ ഓരോരുത്തരിലേക്കും അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കൃപാകടാക്ഷം സമർത്ഥമായി വർഷിക്കണമേ. ഞങ്ങളുടെ ഹൃദയ രൂപരഹിതമായിരിക്കാം, ശൂന്യമായിരിക്കാം, അന്ധകാരം വിപുലമായിരിക്കാം. ഈശോയെ കരുണയായിരിക്കണമേ. കരുതലുള്ള അങ്ങയുടെ സ്നേഹം ഞങ്ങളിലേക്ക് വാരി വെള്ളപ്പെടണമേ. സ്നേഹത്തിന് വേണ്ടിയുള്ള ഈ ലോകത്തിന്റെ ദാഹത്തെ ഞങ്ങൾ ശമിപ്പിക്കണമേ. ദുർവാസനകൾ ചെയ്തു കൂട്ടുവാനുള്ള, തിന്മകൾ ചെയ്തു കൂട്ടുവാനുള്ള ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങളുടെ മേൽ കർത്താവേ കടിഞ്ഞാണിടണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ കൃപാകടാക്ഷാത്താൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവമഹത്വത്തിനായി, ആത്മാക്കളുടെ രക്ഷയ്ക്കായി ചെയ്യുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, ഓരോ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു. കുടുംബത്തിലേക്ക് അങ്ങയുടെ അനുഗ്രഹത്തിന്റെ നിറവ്, ആത്മാവിന്റെ കൃപാമരി വർഷിക്കണമേ. ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയെ, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേക്ക് നന്ദി പറയുന്നു. സകലവിധ ദാനങ്ങളാലും കൃപകളാലും ഞങ്ങളെ നിറയ്ക്കുന്നതിനെ ഓർത്ത്, ഒത്തിരി കഴിവുകളാൽ അലങ്കൃതരാക്കിയിരിക്കുന്നതിനെ ഓർത്ത്, അനുകൂലവും പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളെയും ഓർത്ത്, നന്മയ്ക്കായി എല്ലാം മാറ്റുന്ന അങ്ങയുടെ അപരിമേയമായ സ്നേഹത്തെ ഓർത്ത് ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു, കൃതജ്ഞത നൽകുന്നു. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ സുദേമേ സുദേമേ നന്ദേമേ നന്ദേമ ദേമേ സുതി റുഹായേ സുഹായ റുഹായ റുഹായ റുഹായേ സുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധൻ 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 പരിശുദ്ധൻ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അങ്ങയുടെ കരവിരുദ്ധത നിറഞ്ഞിരിക്കുന്നു. അങ്ങേക്ക് സ്തുതി, മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ, തിരുസന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ആശീർവാദത്തിനായി ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾ ഒരുക്കുകയാണ്. അങ്ങയുടെ ദിവ്യകാരുണ്യ ആശീർവാദം ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ അങ്ങയുടെ അനന്തമായ സ്നേഹവും കരുണയും കൃപയും എല്ലാം ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു. അങ്ങയുടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു, ഞങ്ങൾ മുട്ടുകുത്തുന്നു. ഈശോയെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈശോയെ കൃപ ചൊരിയണമേ. ഈശോയെ അനുഗ്രഹങ്ങളാൽ അങ്ങയുടെ കൃപാമാരി വർഷിക്കണമേ. ഈശോയെ നന്ദി. ഈശോയെ സ്തുതി. ഈശോയെ ആരാധന. ഈശോയെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ഈശോയെ ഈശ്വര ഈശ്വര ഈശോയെ ദേമേ 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 ദേമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ഈശോയെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ 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 ഈശോയെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.